DCB മീഡിയയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ നീലവെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് വളരെ സന്തോഷകരമായൊരു മാറ്റമാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ കൊണ്ടുവരുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ അരിയും ഗോതമ്പും ഉൾപ്പെടെയുള്ള സൗജന്യ റേഷനും അതോടൊപ്പം കേന്ദ്ര സർക്കാരിൻ്റെ 5 ലക്ഷം രൂപയുടെ ആയുഷ്മാൻ ഭാരത് സൗജന്യ കുടുംബചികിത്സാ ഇൻഷുറൻസ് പോലെയും സംസ്ഥാന സർക്കാരിൻ്റെ ഒട്ടേറെ ക്ഷേമ ആനുകൂല്യങ്ങൾക്കും വിദ്യാർത്ഥികളുടെ ഫീസ് ഇളവും സ്കോളർഷിപ്പ് ലഭിക്കുന്നതിനുമൊക്കെ സഹായിക്കുന്ന മുൻഗണനാ വിഭാഗം കാർഡായ പിങ്ക് റേഷൻ കാർഡ് ലഭിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ സംസ്ഥാന സർക്കാർ പരിഷ്കരിക്കാൻ പോവുകയാണ്. കാറുകൾ ഉണ്ടെന്നതും വീടിന്റെ വലിപ്പം കൂടുതലാണെന്നതും ഉൾപ്പെടെയുള്ള വർഷങ്ങൾക്ക് മുൻപേയുള്ള മാനദണ്ഡങ്ങളിലാണ് പുതിയ സർക്കാർ ഇപ്പോൾ മാറ്റങ്ങൾ വരുത്തുവാൻ പോകുന്നത്. ഇതിന്റെ വിശദ വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. പൂർണ്ണമായും കാണുക, ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. പുതിയ UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യമായി നീലവെള്ള കാർഡുകാർക്ക് BPL റേഷൻ കാർഡായ പിങ്ക് കാർഡിലേക്ക് മാറുന്നതിനായി നിലവിൽ അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട്. അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയോ ജൂലൈ മാസം 17-ാം തീയതി വരെയാണ് അപേക്ഷ സമർപ്പിക്കാൻ അവസരമുള്ളത്. എന്നാൽ നിലവിലെ മാനദണ്ഡങ്ങൾ കാരണം പലർക്കും BPL കാർഡിന് അപേക്ഷിക്കുവാൻ പറ്റാത്ത സാഹചര്യമുണ്ടെന്ന് പരാതികൾ ഉയർന്നിരുന്നു. BPL കാർഡ് ലഭിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ പരിഷ്കരിക്കണമെന്നത് വർഷങ്ങളായി സംസ്ഥാനത്തെ നീലവെള്ള കാർഡുകാർ ഉയർത്തുന്ന ഒരു ആവശ്യവുമായിരുന്നു. ഇപ്പോഴിതാ മുൻഗണനാ പിങ്ക് റേഷൻ കാർഡ് അനുവദിക്കാനുള്ള മാനദണ്ഡങ്ങൾ പുതുക്കാൻ സർക്കാർ നടപടി ആരംഭിച്ചിരിക്കുകയാണ്. 1200 ചതുരശ്ര അടി വരെ വിസ്തീർണമുള്ള വീട്, 800 cc വരെയുള്ള കാർ ഉൾപ്പെടെയുള്ള 4 ചക്ര സ്വകാര്യ വാഹനം, കൃഷിയോഗ്യമല്ലാത്തതോ മറ്റു തരത്തിൽ ഉപയോഗിക്കാനാവാത്തതോ ആയ 1 ഏക്കറിലേറെ ഭൂമി എന്നിവയുണ്ടെങ്കിലും മുൻഗണനാ കാർഡ് നൽകുന്നതാണ് പരിഗണനയിൽ. മന്ത്രി അനൂപ് ജേക്കബിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം മാനദണ്ഡങ്ങൾ പുതുക്കുന്നത് സംബന്ധിച്ച റിപ്പോർട്ട് സമർപ്പിക്കാൻ സിവിൽ സപ്ലൈസ് കമ്മീഷണർ K. ഹിമയ്ക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മുൻഗണനാ കാർഡ് അനുവദിക്കാനുള്ള മാനദണ്ഡം നിശ്ചയിക്കാൻ അതത് സംസ്ഥാനങ്ങൾക്ക് അധികാരമുണ്ട്. മുൻഗണനാ കാർഡ് ലഭിക്കുവാൻ നിലവിൽ അയോഗ്യതയുള്ള മാനദണ്ഡങ്ങൾ ഇവയാണ്. അതിലൊന്നാമത്തേത് കാർഡിലെ ഏതെങ്കിലും അംഗം സർക്കാർ, പൊതുമേഖലാ, സഹകരണ മേഖലാ ജീവനക്കാരാണെങ്കിൽ. രണ്ടാമത്തേത് ആദായ നികുതിദായകരാണെങ്കിൽ. അടുത്തത് സർവീസ് പെൻഷനർ ആണെങ്കിൽ. 1000 ചതുരശ്ര അടി വീടുണ്ടെങ്കിൽ, 4 അതിലധികമോ ചക്രമുള്ള വാഹനം സ്വന്തമായി ഉണ്ടെങ്കിൽ, അതോടൊപ്പം ഡോക്ടർ, എഞ്ചിനീയർ, അഡ്വക്കേറ്റ്, IT വിദഗ്ധർ, നഴ്സ്, ചാർട്ടേഡ് അക്കൗണ്ടന്റ് പോലെയുള്ള പ്രൊഫഷണലുകളാണെങ്കിൽ, 1 ഏക്കറിലധികം ഭൂമിയുണ്ടെങ്കിൽ, വിദേശ മലയാളിയുടേതുൾപ്പെടെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളുടെയും ചേർന്നുള്ള വാർഷിക വരുമാനം 3 ലക്ഷം രൂപയിൽ കൂടുതലാണെങ്കിലൊക്കെ BPL കാർഡ് ലഭിക്കില്ല. നിലവിൽ 1000 ചതുരശ്ര അടിയിലേറെ വിസ്തീർണമുള്ള വീടുള്ള ഒട്ടേറെ പട്ടികജാതി കുടുംബങ്ങളടക്കം മുൻഗണനാ കാർഡിന് അപേക്ഷിക്കാനാവാതെ വലയുകയാണ്. ഇതിൽ പലരുടെയും വീടിന്റെ സ്ഥിതി പരിതാപകരമാണ്. വീടിന്റെ വിസ്തീർണത്തിൽ ഇളവ് നൽകുന്നതിൽ പട്ടികജാതി, പട്ടികവർഗ, തദ്ദേശ വകുപ്പുകളും അനുകൂലമാണ്. 1 ഏക്കറിലേറെ സ്ഥലമുണ്ടെങ്കിലും വെള്ളക്കെട്ടും മറ്റുമായി കൃഷിയോഗ്യമല്ലാത്ത പ്രദേശങ്ങൾ കുട്ടനാട്ടിലും മറ്റുമുണ്ട്. വീട്ടിലെ കിടപ്പ് രോഗികളെയും ഭിന്നശേഷിക്കാരെയും മറ്റും കൊണ്ടുപോകാൻ സെക്കൻഡ് ഹാൻഡ് സ്വകാര്യ വാഹനം ഉപയോഗിക്കുന്നതിന്റെ പേരിൽ മുൻഗണനാ കാർഡിൽ നിന്ന് തഴയപ്പെടുന്നതാണ് മറ്റൊരു സ്ഥിതി. അതിനാൽ തന്നെ സർക്കാർ മുൻഗണനാ BPL കാർഡ് ലഭിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ പരിഷ്കരിക്കുന്നത് നിലവിലെ നീലവെള്ള കാർഡുകൾ കൈവശമുള്ള ഒട്ടേറെ സാധാരണക്കാർക്ക് BPL പിങ്ക് കാർഡ് ലഭിക്കുന്നതിന് സഹായകമാകുമെന്നുറപ്പാണ്. ഇക്കാര്യത്തിൽ സർക്കാർ ഭാഗത്തു നിന്നും വരുന്ന എല്ലാ പുതിയ അപ്ഡേറ്റുകളും അറിയുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക. സുഹൃത്തുക്കളിലേക്കും ഗ്രൂപ്പുകളിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.